സർപ്പാരാധനയ്ക്ക് കീർത്തികെട്ട ഹരിപ്പാട് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം ഭക്തിനിർഭരതയുടെ നിറവിൽ. സ്ത്രീകൾ മുഖ്യ പൂജാരിണികളായുള്ള മണ്ണാർശാലയിലേക്ക് അയൽദേശങ്ങളിൽ നിന്നടക്കമുള്ള നിരവധി ഭക്തരാണ് നാഗപ്രീതി തേടി സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. തുലാമാസത്തിലെ പുണർത്തം, പൂയം, ആയില്യം നാളുകളിലായാണ് ഹരിപ്പാട് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ ഉത്സവ ആഘോഷങ്ങൾക്ക് കൊടികയറുന്നത്. രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, സന്താന സൗഭാഗ്യം, ജീവിതാഭിവൃദ്ധി തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന സർപ്പദോഷങ്ങൾക്ക് പരിഹാരം തേടിയാണ് ഓരോ ഭക്തരും മണ്ണാർശാലയിലേക്ക് എത്തിച്ചേരുന്നത്. ഇടതൂർന്ന കാവുകളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ക്ഷേത്ര പരിസരവും നാഗസ്വരൂപങ്ങളും പ്രകൃതിരമണീയതയുടെ കുളിർമയിൽ അധിഷ്ഠിതമായ ആത്മീയാനന്ദം ഏവർക്കും പ്രദാനം ചെയ്യുന്നു. പ്രതിഷ്ഠാക്കാവ്, അപ്പൂപ്പൻ കാവ് തുടങ്ങിയ പേരുകളിലാണ് ഇവിടുത്തെ കാവുകൾ അറിയപ്പെടുന്നത്. ഇല്ലത്തെ നിലവറയിൽ നാഗരാജാവ് കുടികൊള്ളുന്നതായാണ് വിശ്വാസം. പുറ്റ, മുട്ട, ഉരുളി, നാഗരൂപങ്ങൾ, മഞ്ഞൾ തുടങ്ങിയവയാണ് നാഗപ്രീതിക്കായി ക്ഷേത്രസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത്. കോട്ടയം മാങ്ങാനം ചെമ്പകനല്ലൂർ ഇല്ലത്തെ സുബ്രഹ്മണ്യ നമ്പൂതിരിയുടെയും രുക്മിണി അന്തർജനത്തിന്റെയും മകളായ ഉമാദേവി അന്തർജനമാണ് ഇപ്പോഴത്തെ മണ്ണാർശാല വലിയമ്മ. ആയില്യം നാളിൽ കുടുംബ നിലവറയിൽ വരയ്ക്കുന്ന നാഗപത്മക്കളം പൂർത്തിയാകുന്നതോടെ തീർത്ഥക്കുളത്തിൽ കുളിച്ച ശേഷം വലിയമ്മ ക്ഷേത്രത്തിലേക്ക് എത്തി. ഇളയമ്മമാർക്കും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കുമൊപ്പം എത്തുന്ന വലിയമ്മ ശ്രീകോവിലിലെ കുത്തുവിളക്കിൽ ദീപം തെളിയിച്ച് നാഗരാജാവിന്റെ തിരുമുഖവും നാഗപണവും ക്ഷേത്രത്തിൽ നിന്ന് നിലവറയിലേക്ക് എഴുന്നള്ളിച്ചു. ഇളയമ്മ സർപ്പയക്ഷിയുടെയും കാരണവന്മാർ നാഗചാമുണ്ടി, നാഗയക്ഷി എന്നിവയുടെയും വിഗ്രഹങ്ങളാണ് അകമ്പടിയായി എഴുന്നള്ളിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളത്ത് നിലവറയിൽ എത്തിച്ചേർന്ന വലിയമ്മയുടെ നേതൃത്വത്തിൽ ആയില്യ പൂജകൾ നടന്നു. ആയില്യ ദിനത്തിൽ രാവിലെ 8 മുതൽ ഇല്ലത്തെ നിലവറയ്ക്ക് സമീപം വലിയമ്മ ഭക്തർക്ക് ദർശനം നൽകി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ആയില്യ മഹോത്സവം ദർശിക്കാൻ എത്തിയിട്ടുള്ളത്.
നൂറും പാലും സർപ്പബലി ഗുരുതി ഉൾപ്പെടെയുള്ള പൂജകൾ പൂർത്തിയായ അർദ്ധരാത്രിയിൽ കുടുംബകാരണവർ തട്ടിന്മേൽ നൂറും പാലും നേദിച്ചതോടെ ആയില്യ പൂജകളുടെ പൂർത്തീകരണമായി.